പലപ്പോഴും വിവാഹത്തിന് ആളുകൾ മടിക്കുന്നത് സമൂഹമുണ്ടാക്കിയ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ പേരിലാണ് പല വിവാഹങ്ങളും. അത് സ്ത്രീധനമാണെങ്കിലും ശരി, ധാരാളമായി മഹർ ചോദിക്കുന്നതാണെങ്കിലും ശരി, മറ്റു ജോലികൾ, സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ചോദിച്ച് വിവാഹം നീട്ടുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈ, എന്തെങ്കിലും കയ്യിലുണ്ടോ മഹറായിട്ട് കൊടുക്കാൻ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല നബിയേ. വലാ ഖാതം മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരമുണ്ടോ വീട്ടിൽ? ഇരുമ്പിന്റെ മോതിരം, വെള്ളിയുടേതല്ല, സ്വർണത്തിൻ്റെതല്ല, രത്നങ്ങളുണ്ടോ എന്നല്ല, പറമ്പുണ്ടോ എന്നല്ല, ഇരുമ്പിന്റെ മോതിരമുണ്ടോ? ആ വ്യക്തി പറഞ്ഞു, ഇല്ല നബിയെ, ഒരു ഇരുമ്പിന്റെ മോതിരം പോലുമില്ല. ആകെ ഒരു തുണിയുണ്ട്, വേണമെങ്കിൽ ഞാൻ അത് അവൾക്ക് നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തുണി നീ അവൾക്ക് കൊടുത്താൽ നിനക്ക് ധരിക്കാൻ എന്തുണ്ടാകും? ഇനി നീ തന്നെ എടുത്താൽ അവൾക്ക് കൊടുക്കാൻ എന്തുണ്ടാകും? അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ ആ വ്യക്തി വളരെ നിരാശപ്പെട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു എന്നാണ്. പിന്നെ എഴുന്നേറ്റ് പോകുമ്പോൾ, അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഹൽ മഅക മിനൽ ഖുർആനി ഷൈ, ഖുർആനിൽ നിന്ന് വല്ലതും ഹിഫ്ളാക്കിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉണ്ട് നബിയെ. നോക്കൂ, ഒന്നുമില്ലെങ്കിലും ആ വ്യക്തി ഖുർആനിൽ നിന്ന് പല സൂറത്തുകളും ഹിഫ്ളാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ മഹറായി നിശ്ചയിച്ചുകൊണ്ട്, അഥവാ ഫഅല്ലിംഹ, ആ സൂറത്തുകൾ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് മഹനീയമായ ഒരു കാര്യമാണ്. അതിനെ മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. എത്ര ലളിതമായിട്ടാണ് ഒന്നുമില്ലാത്ത ഒരു സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തത്തുല്യമായ വലിയില്ലാതിരുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുത്തത്. അത്രക്ക് ലളിതമാണ് ഇസ്ലാമിലെ വിവാഹമെന്നത്.